നീ അങ്ങനെ അവിടെ കിടന്നാൽ മതി, കൂടുതലൊന്നും ആഗ്രഹിക്കുകയും വേണ്ട, പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് വലിയ കൂട്ടം പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ച ചെറിയ മനുഷ്യനെ, പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ച വലിയ കൂട്ടത്തെ കൊണ്ട് അടുക്കെ വിളിപ്പിച്ച് അവന് വേണ്ടത്, അവൻ്റെ ആവശ്യം എന്തെന്ന് ചോദിച്ചറിഞ്ഞ് മതിവരുവോളം നൽകി അവനെ മാനിച്ചു ആ വലിയ കൂട്ടത്തെ ലജ്ജിപ്പിച്ച് തലതാഴ്ത്തുമാറാക്കിയ ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം. ഇത് ഭക്തൻ്റെ ഉറപ്പാണ്. അതെ, അതിലപ്പുറമൊന്നും നീ പ്രതീക്ഷിക്കുകയും വേണ്ട, ആഗ്രഹിക്കുകയും വേണ്ട, അതൊക്കെ ഞങ്ങൾക്കുള്ളതാ എന്ന് പറഞ്ഞ് പലയിടത്തു നിന്നും നിന്നെ മാറ്റി നിർത്തുന്ന അവർ കാണുക, ഒഴിവാക്കി കളയുന്ന അവർ കാണുക, അവരുടെ മുമ്പിൽ നിനക്ക് വേണ്ടത് വേണ്ടുവോളം നൽകി നിന്നെ മാനിക്കുവാൻ പോകുന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം. അപ്പോൾ ആ വിടുതൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഭക്തനെ പ്രാപ്തനാക്കിയ രണ്ട് കാര്യങ്ങളിലൂടെ, ഒന്ന് നിലവിളിച്ചു, തീർന്നില്ല, ഒപ്പം തന്നെ ആരോട്, എന്തിനോട്, രണ്ട് അധികം നിലവിളിച്ചു, എന്തുകൊണ്ട്. അപ്പോൾ അതേക്കുറിച്ചാണ് ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനായ ദൈവം നൽകി തന്ന നല്ല അവസരത്തിനായി ആ കർത്താവിനെ സ്തുതിക്കുന്നു. ആ സകല മാനവും മഹത്വവും പുകഴ്ചയും ഒക്കെ ആ കർത്താവിന് തന്നെ ആകട്ടെ. താങ്ക് ഗോഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളോടുള്ള പ്രൈസർ ഫാമിലിയുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ അല്പസമയം നാം ദൈവത്തിൻ്റെ വചനത്തിനൊപ്പം ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ സമയമായി മാറുവാൻ പോകുകയാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് മാറുന്ന, നിങ്ങളുടെ അനുഭവങ്ങൾ മാറുന്ന, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള വിലയിരുത്തലുകൾ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയുന്നവർക്കുള്ള വിലയിരുത്തലുകൾ മാറുന്ന ദിവസമായി മാറുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടത് ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നൽകുവാൻ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന വചനം, ആ വചനം ഇപ്പോൾ ഞാൻ വായിക്കും. നമ്മൾ ഒരുമിച്ച് ആ വചനത്തിലൂടെയുള്ള ദൂത് ഏറ്റെടുക്കും, പ്രാർത്ഥിക്കും, പ്രാപിക്കും. അതെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആരംഭിക്കും. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 32-33 വാക്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. മത്തായി 20:32-33 വാക്യങ്ങൾ. യേശു നിന്ന് അവരെ വിളിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണം എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നു? ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ ചോദ്യം നിങ്ങൾ കേൾക്കുകയാണ്. നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നു? ഈ അവഗണനയുടെ അനുഭവം മാറുവാൻ, ഈ മാറ്റി നിർത്തപ്പെടലിൻ്റെ അനുഭവം മാറുവാൻ നിനക്കിതൊന്നും വിധിച്ചിട്ടില്ല. നീ ഇങ്ങനെ കഷ്ടതയും കണ്ണുനീരും നിലവിളിയും നിരാശയുമായി ജീവിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവരുടെ മുൻപിൽ തലനിവർത്തി നിൽക്കുവാൻ, അതേ തലനിവർത്തി നിൽക്കുവാൻ നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നു? ആ ഇച്ഛിക്കുന്നത് ഇന്ന് എൻ്റെ കർത്താവ് നിങ്ങൾക്ക് നൽകുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. വിശ്വസിക്കുന്നവർ രാമേൻ പറഞ്ഞ് അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. നിങ്ങൾ ഇച്ഛിക്കുന്നത് ആരെങ്കിലും പറയുന്നതല്ല, ആരുടെയെങ്കിലും അഭിപ്രായത്തിനോ ഇഷ്ടത്തിനോ അനുഭവത്തിനോ ഒപ്പം ഉള്ളതല്ല. ഒരിക്കൽ കൂടി പറയട്ടെ, മറ്റാരുടെയെങ്കിലും ഇഷ്ടത്തിനോ അഭിപ്രായത്തിനോ നിങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾക്കോ ഒപ്പമുള്ളതല്ല നിങ്ങൾ ഇച്ഛിക്കുന്നത്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഇച്ഛിക്കുന്നത്, നിങ്ങൾ എന്താണോ ഇച്ഛിക്കുന്നത്, എന്താഗ്രഹിച്ചാണോ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്, അത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരും. ഓ താങ്ക് ഗോഡ്. അത് നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് കൊണ്ട് വിലയിരുത്തി നടക്കത്തില്ല എന്ന് ചിന്തിക്കേണ്ട. യേശു ചോദിക്കുക, ഓ താങ്ക് ഗോഡ്, നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നു, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു? സഹോദര സഹോദരി, നിന്റെ ഇന്നത്തെ അവസ്ഥ മാറുവാൻ നീ എന്ത് ഇച്ഛിക്കുന്നു, നീ എന്ത് ആഗ്രഹിക്കുന്നു, അത് യേശു നിനക്ക് തരിക. ആ ജോലി സ്ഥലത്ത് നിന്ന് എന്ത് കിട്ടിയാൽ നിന്റെ ഇന്നത്തെ ഇല്ലായ്മ മാറും, ഈ ഞെരുക്കം മാറും, ഈ നിരാശയും കണ്ണുനീരും അലച്ചിലും മാറും, ഈ മാറ്റി നിർത്തപ്പെടലിൻ്റെ അനുഭവം മാറും. പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ പലതും ഉണ്ടെന്ന് മേനി പറയുന്നവർ പല സ്ഥലത്തും പലതും ഇല്ലാത്തത് കൊണ്ട്, അവർക്കുള്ളത് നിനക്കില്ലാത്തത് കൊണ്ട് മാറ്റി നിർത്തുന്നു. ആ മാറ്റി നിർത്തപ്പെടലിൻ്റെ അവസ്ഥ മാറുവാൻ നീ ഇച്ഛിക്കുന്ന ചിലതുണ്ട്. ഓ താങ്ക് ഗോഡ്. അമ്മേ, നിന്റെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം വരുത്തുന്ന, മറ്റുള്ളവർക്കുള്ളതുപോലെ അവർക്കൊപ്പം ജീവിച്ച്
മാന്യതയോടെ ജീവിക്കുവാൻ കഴിയുന്ന വരുമാനം എൻ്റെ കർത്താവ് തരിക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ ഇച്ഛിക്കുന്നത്, സഹോദര സഹോദരി, നീ ഇച്ഛിക്കുന്നത് എന്താഗ്രഹിച്ചാണോ നീ ആ തൊഴിൽ മേഖലയിൽ കടന്നുപോയത്, എന്ത് നിനക്ക് കിട്ടത്തില്ലെന്നാണോ ഒപ്പമുള്ളവർ പറഞ്ഞത്, അതെ, അത് നീ കർത്താവായ യേശുവിൽ നിന്ന് പ്രാപിക്കുവാൻ പോകുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ജോലി, ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. സഹോദര, നീ ആഗ്രഹിച്ച, നീ പ്രതീക്ഷിച്ച, നിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി എൻ്റെ കർത്താവ് തരികയാണ്. അവർ കാണുക തന്നെ നിനക്ക് കിട്ടത്തില്ല. ഓ സ്തോത്രം, നിനക്ക് അങ്ങനെയുള്ള ജോലിയൊന്നും കിട്ടത്തില്ല. ആ പ്രതീക്ഷയൊന്നും വേണ്ട. വെറുതെ നീ മനപ്പായസം ഉണ്ണണ്ട എന്ന് പറഞ്ഞ് സഹോദരി നിന്നെ പരിഹസിക്കുന്ന, നിന്നെ കളിയാക്കുന്ന തൊഴിലിടത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടതയെക്കുറിച്ച് കേൾക്കുമ്പോൾ ആശ്വാസം ലഭിക്കുമെന്ന് കരുതി ആശ്വസിപ്പിക്കേണ്ടവർ ആശ്വസിപ്പിക്കാതെ മറിച്ചു പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു. നിനക്കിതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ? നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ? അതൊക്കെ കഴിവുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കിക്കളയുന്ന, മാറ്റി നിർത്തുന്നവരുടെ മധ്യത്തിൽ നീ ഇച്ഛിക്കുന്നത്, അവരുടെ മുമ്പിലുള്ള നിന്റെ നിന്ന മാറുവാൻ നീ ഇച്ഛിക്കുന്നത് എൻ്റെ കർത്താവ് തരുവാൻ പോകുക. അങ്ങനെയുള്ള ഭവനത്തിനകത്ത് നിനക്ക് ജോലി തരിക. സഹോദരി, നിന്നോട് അങ്ങനെയുള്ള സ്ഥാപനത്തിനകത്ത് നിനക്ക് ജോലി തരിക. അങ്ങനെയുള്ള രാജ്യത്തിൽ നിനക്ക് ജോലി തരിക. അവിധത്തിൽ വരുമാനം നിനക്ക് കർത്താവ് തരിക. ഓ താങ്ക് ഗോഡ്. നിങ്ങൾ ഇച്ഛിക്കുന്നത്, സഹോദര സഹോദരി, ആ നിന്നയും അപമാനവും മാറുവാൻ, കുടുംബമായി ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങി അന്ന് മുതൽ എല്ലാവരും ഒഴിവാക്കി. സഹോദരി, നിന്റെ വീട്ടുകാരൊപ്പമില്ല. സഹോദര, നിന്റെ വീട്ടുകാരൊപ്പമില്ല. തികച്ചും ഒറ്റപ്പെട്ട് പരിഹാസവും നിന്നയും ഒഴിവാക്കലും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തത് കൊണ്ട്, ഞങ്ങൾ പറഞ്ഞതുപോലെ മുൻപോട്ട് വരാത്തത് കൊണ്ട്, ഞങ്ങൾ പറഞ്ഞത് ചെയ്യാത്തത് കൊണ്ട് നിനക്കിത് തന്നെ വരണം, നീ ഇത് അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടവരെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവരുടെ മധ്യത്തിൽ നീ ആഗ്രഹിക്കുന്നത്, അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ, നിനക്കൊപ്പം വന്ന നിന്റെ ഭാര്യയുടെ, നിനക്കൊപ്പം നിൽക്കുന്ന നിന്റെ ഭർത്താവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കപ്പെടുവാൻ നീ ഇച്ഛിക്കുന്നത്, അതെ, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. തന്നിഷ്ടക്കാരി തന്നിഷ്ടം കാണിച്ചു. അതിൻ്റെ ഫലം എന്താ? ഇന്ന് എന്തായി തീർന്നു? ഞങ്ങൾക്കിത് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരുടെ കൂട്ടം. നിന്റെ ഭർത്താവ് നിനക്കൊപ്പം ഇല്ലാത്തത് കൊണ്ട്, വേണമെങ്കിലും വേണ്ടാത്തതുപോലെ, അവൻ നിന്നെ ഉപേക്ഷിച്ച് പലരുടെയും വാക്ക് കേട്ട് മാറി നിൽക്കുന്നത് കൊണ്ട്, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം ഉണ്ടായിരുന്നാൽ മതി, അതാ നിന്റെ ആഗ്രഹം. നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. നീ ഇച്ഛിക്കുന്നത്, നീ ആഗ്രഹിക്കുന്നത്, യേശുവിൻ നാമത്തിൽ നിന്റെ ഭർത്താവ് മടങ്ങി വരിക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദരി, നിന്റെ ഭർത്താവ് മടങ്ങി വരിക. മറ്റുള്ളവർ എന്ത് പറയുന്നു നോക്കണ്ട. നിന്റെ അനുഭവം എന്ത് പറയുന്നു നോക്കണ്ട. എൻ്റെ കർത്താവ് പറയുക, നീ ഇച്ഛിക്കുന്നത്, നീ ആഗ്രഹിക്കുന്നത്, നിന്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ നീ ജീവിക്കുന്ന നല്ല നാളുകൾ ഉണ്ടാകുവാൻ പോകുക. സഹോദര, നിന്റെ ഭാര്യയ്ക്കൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്നത്തെ അവസ്ഥ നോക്കണ്ടെന്നേ. ഇന്നത്തെ അവസ്ഥ നോക്കണ്ട. അത് വെച്ചിട്ടാ മറ്റുള്ളവർ നിന്നെ വിലയിരുത്തി മാറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നത്. നിന്നെക്കൊണ്ട് അങ്ങനെയൊന്നും കുടുംബം നോക്കി ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ഇന്നത്തെ അവസ്ഥ വെച്ച് വിലയിരുത്തിയിട്ടാ, നിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കിയിട്ടല്ല. നിന്റെ ആവശ്യം അറിഞ്ഞ് നീ ഇച്ഛിക്കുന്നത് നൽകുവാൻ തയ്യാറായി എൻ്റെ കർത്താവ് നിനക്കൊപ്പമുണ്ട്. അതെ, നിന്റെ ഭാര്യയെ നിനക്കൊപ്പം തരിക. തകർന്നുപോയ നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ കർത്താവ് പണിതുയർത്തുക. അത് നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മധ്യത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന, മോശം കൂട്ടുകെട്ടുകളിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന, അതേന്നെ ദുർനടപ്പിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ കർത്താവ് പൊക്കിയെടുത്ത് നിന്റെ കരങ്ങളിൽ തരുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. ആ മദ്യം വില്ലനായി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ചില വ്യക്തികൾ നിന്റെ കുടുംബത്തിനകത്ത് വില്ലനായി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ എന്ത് ഇച്ഛിക്കുന്നു? മാതാവേ, പിതാവേ, അവരുടെ മാർക്ക് ലിസ്റ്റ് അടച്ചു വയ്ക്ക്. അവരുടെ കോളേജിൽ നിന്ന്, അവരുടെ ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് നീ കേട്ട വാക്കുകൾ അത് മാറ്റിവെക്ക്. നീ എന്തിച്ഛിക്കുന്നു? ഓ താങ്ക് ഗോഡ്. നീ എന്തിച്ഛിക്കുന്നു? എൻ്റെ കർത്താവ് ചോദിക്കുക, നീ ഇച്ഛിക്കുന്നത് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോവുക. ആമേൻ. നിന്റെ മക്കളുടെ ജീവിതത്തിൽ നീ ഇച്ഛിക്കുന്നത്, നീ ആഗ്രഹിക്കുന്നത്, നീ ഇഷ്ടപ്പെട്ടത് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നീ ഒത്തിരി കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാടിന് അറുതി വരുന്ന ഇഷ്ടപ്പെട്ടത് നിന്റെ തലമുറയുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തരുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. നീ ഇച്ഛിക്കുന്നത്, നീ ആഗ്രഹിക്കുന്നത് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടായി കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കുവാൻ പോകുക. അതെ, അவ்விധത്തിലുള്ള ജോലി അവർക്ക് ലഭിക്കുവാൻ പോകുക. അവർ അவ்விധത്തിൽ മാനിക്കപ്പെടുവാൻ പോകുക.
ആ വിധത്തിലുള്ള റിസൾട്ടുകൾ ഉണ്ടാകുവാൻ പോകുക. ആ പരാജയത്തിന് അറുതി വരുവാൻ പോകുക. മറ്റുള്ളവർ എന്ത് പറയുന്നു, അവരുടെ കോളേജ് എന്ത് പറയുന്നു, അവർ പോയി അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ ബോർഡ് എന്ത് പറയുന്നു, അവരെക്കുറിച്ച് അറിവുള്ളവർ എന്ത് പറയുന്നു, അങ്ങോട്ട് നോക്കരുതേ. യേശുവിലേക്ക് നോക്ക്. യേശുവിന് ചോദിക്കുവാനെന്നേ ഉള്ളൂ, നീ എന്തിച്ഛിക്കുന്നു? നിന്റെ തലമുറയുടെ ജീവിതത്തിൽ എന്തുണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നത് പോലുള്ള വിവാഹം നിന്റെ മകൾക്കുണ്ടാകുവാൻ പോകുക. നീ ആഗ്രഹിക്കുന്നത് പോലുള്ള വിവാഹം നിന്റെ മകൻ ഉണ്ടാകുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ നീ ഇച്ഛിക്കുന്നത്, ഓ സ്തോത്രം. മക്കളെ, നിങ്ങൾ ഇച്ഛിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതാ. യേശുവപ്പൻ തരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാ, മറ്റുള്ളവർ പറയുന്നതല്ല, നിങ്ങളുടെ കൂട്ടുകാർ പറയുന്നതല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ യേശുവപ്പൻ ചോദിക്കുക, നീ എന്താഗ്രഹിക്കുന്നു മോനെ, നീ എന്താഗ്രഹിക്കുന്നു മോളെ, നീ എന്താഗ്രഹിക്കുന്നു? അത് എൻ്റെ യേശുവപ്പൻ തരുവാൻ പോകുക. ഓ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ ഇച്ഛിക്കുന്ന സൗഖ്യം, നീ ആഗ്രഹിക്കുന്ന സൗഖ്യം, നീ പ്രതീക്ഷിക്കുന്ന സൗഖ്യം അതൊരിക്കലും ഉണ്ടാകത്തില്ല എന്ന് ലോകം പറഞ്ഞു തരുന്നുണ്ട്. നിന്റെ എക്സ്പീരിയൻസ് നിന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതെ, ഓർമ്മപ്പെടുത്തലാണ്. നിനക്കൊരിക്കലും ഇനി പഴയതുപോലെ സൗഖ്യമായി സന്തോഷമായി ജീവിക്കുവാൻ കഴിയത്തില്ല. ആ രോഗം ഒരിക്കലും നിന്നെ വിട്ടു പോകത്തില്ല. ആ രോഗം മുഖാന്തരം തന്നെ നീ മരണപ്പെട്ടു പോകും. അതെ, ആ അവയവത്തെ കാർന്നു തിന്നുന്ന ആ രോഗം മുഖാന്തരം നീ മരണപ്പെട്ടു പോകും. അയ്യോ, ഡോക്ടറിന് പോലും ഭയമാണ്. സർജറി ചെയ്ത് പോലും നിന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നീ ഭാരപ്പെട്ട് തളർന്നായിരിക്കുമ്പോൾ കേൾക്ക്, നീ ഇച്ഛിക്കുന്നത് നിന്റെ ഡോക്ടർ പറഞ്ഞ കാര്യമല്ല, നീ ഇച്ഛിക്കുന്നത് എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക. നീ ഇച്ഛിക്കുന്ന സൗഖ്യം ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരിക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ ഇച്ഛിക്കുന്നത്. ആമേൻ, ആമേൻ. സഹോദര, സഹോദരി, നീ ഇച്ഛിക്കുന്ന രോഗസൗഖ്യം, മാതാവേ, നിന്റെ തലമുറയിൽ നീ ഇച്ഛിക്കുന്ന രോഗസൗഖ്യം, നീ ആഗ്രഹിക്കുന്ന രോഗസൗഖ്യം, നീ കൊതിക്കുന്ന ആ സൗഖ്യം എൻ്റെ കർത്താവ് തരുവാൻ പോകുക. മറ്റു പിള്ളേരെ പോലെ, ഒപ്പമുള്ള ശേഷമുള്ള മറ്റു പിള്ളേരെ പോലെ അവർ സന്തോഷത്തോടെ ജീവിക്കുവാൻ പോകുക. ശതമാന കണക്ക് പറയുക. എന്നെ കേൾക്കുന്ന ചില ശതമാന കണക്കുകൾ കേട്ട് ഞെട്ടി വിറങ്ങലിച്ചിരിക്കുക. 40% ഡിസോർഡറാണ്, 30% ഡിസോർഡറാണ്. ഓ, ആ അക്കങ്ങൾ ഇങ്ങനെ കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കുക. ചില സംഖ്യകളിൽ പിശാച് നിങ്ങളെ പെടുത്തിയിട്ടിരിക്കുക. ആമേൻ, ആമേൻ, ആമേൻ. ആ സംഖ്യകൾ ഇല്ലാതായി മാറുക. ഓ താങ്ക് ഗോഡ്. ആ ഡിസോർഡർ മാറുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ പഠന വൈകല്യങ്ങൾ മാറുക. ആ എബിലിറ്റി ഇല്ലാത്ത ഡിസബിലിറ്റി മാറുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിങ്ങൾ ഇച്ഛിക്കുന്നത്, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ആരെങ്കിലും പറയുന്നതല്ല. ആ ശതമാന കണക്കുകളൊക്കെ മാറിപ്പോവുക. ഓ താങ്ക് ഗോഡ്. മറ്റുള്ളവർ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. അവരുടെ പ്രഡിക്ഷൻ തെറ്റാറില്ല. കാരണം അവർക്ക് അത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ട്. നീ ചെയ്യുന്ന ബിസിനസ്, നീ നടത്തുന്ന കച്ചവടം ഇങ്ങനെ പോയാൽ എവിടെ എത്തിച്ചേരും? നീ കടക്കാരനായി മാറും, നീ കടക്കാരിയായി മാറും. മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനി. ഇപ്പോഴേ തന്നെ ബാധ്യതയുടെ മുൻപിലാണ്. കടക്കാരുടെ വിളി കാരണം ഫോൺ എടുക്കുവാൻ പോലും പറ്റുന്നില്ല, പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു നിന്റെ തകർച്ച, കടം കയറിയുള്ള നിന്റെ കുടുംബത്തിൻ്റെ തകർച്ച. ആത്മഹത്യ വരെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാർ നിനക്ക് ചുറ്റുമുണ്ട്. ആ പ്രഡിക്ഷനെ നീ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. ശരിയാണ്, ഇങ്ങനെ പോയാൽ അത് തന്നെ സംഭവിക്കും. ആ വസ്തു കച്ചവടം നടന്നില്ലെങ്കിൽ, വിറ്റ് കടം തീർക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, എനിക്ക് ലഭിക്കേണ്ടത് ലഭിച്ചില്ലെങ്കിൽ, ഓ താങ്ക് ഗോഡ്, നീ ഇച്ഛിക്കുന്നുണ്ട് ആ വസ്തു കച്ചവടം നടക്കണം. അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ഈ സമയം അതിന് തക്കവണ്ണമുള്ള ബയേഴ്സ് വരുവാൻ പോകുക. ആ വസ്തു കച്ചവടം നടക്കുവാൻ, അതിന് വിരോധമായി ആ വസ്തു വിറ്റുപോകാതെ വണ്ണം വാദിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും തകർക്കപ്പെടുക. നീ ഇച്ഛിക്കുന്നത് സംഭവിക്കുവാൻ, നീ ഇച്ഛിക്കാത്തത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലരുടെ പ്രവർത്തികൾക്ക് പ്രതിഫലം ഉണ്ടാകുവാൻ പോകുക. അവരാഗ്രഹിക്കുന്ന റിസൾട്ട് ഇന്ന് വരെ അവർക്ക് കിട്ടി. ഇനി അവർ ആഗ്രഹിക്കുന്ന റിസൾട്ട് അല്ല, എൻ്റെ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ കച്ചവടം മുടക്കുന്ന ചിലരെ കുറിച്ച്. ഓ താങ്ക് ഗോഡ്. നിന്റെ അവകാശങ്ങളെ പിടിച്ചു വയ്ക്കുന്ന ചിലരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ചിലത്. അത് സംഭവിക്കുവാൻ പോകുക. ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കുക. നിന്റെ അവകാശങ്ങൾ, നിനക്ക് ലഭിക്കേണ്ടത് അത് കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ, നിനക്ക് തരേണ്ടവർ സമയത്തിന് തന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ തലകുനിക്കേണ്ടി വരത്തില്ലായിരുന്നു. മക്കളുടെ മുമ്പിൽ പോലും ചോദ്യ ചിഹ്നമായി ഞാൻ നിൽക്കേണ്ടി വരത്തില്ലായിരുന്നു. കരയുന്നുണ്ട്. അതേ, നീ ആഗ്രഹിക്കുന്നത്, നീ ഇച്ഛിക്കുന്നത് നിന്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തരിക. ശുശ്രൂഷക, നീ ആഗ്രഹിക്കുന്നത്, നീ ഇച്ഛിക്കുന്നത് മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല. നിനക്ക് അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കഴിയത്തില്ല.
എടി നീ ഒരു പെണ്ണല്ലേ, നിനക്കങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കഴിയും? അതാ പലരും ചോദിക്കുന്നത്. ഓ സ്തോത്രം. അവരെന്ത് പറയുന്നു, നീ എന്ത് വിചാരിക്കുന്നു? അതല്ല എൻ്റെ യേശുപ്പൻ ചോദിക്കുക, സഹോദരി നീ എന്താ ഇച്ഛിക്കുന്നേ? എൻ്റെ അപ്പൻ്റെ വേല ചെയ്യണം. നിനക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവിനെ കുറിച്ച് അനേകരോട് പറയണം. ശുശ്രൂഷക, നിന്റെ ആഗ്രഹം അതല്ലേ? ലോകത്തിലേക്ക് നോക്കണ്ട, പ്രഗത്ഭമതികളിലേക്ക് നോക്കണ്ട, പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കണ്ട. അയ്യോ സ്തോത്രം, ആമേൻ. ചിലർക്കൊക്കെ സങ്കടമായി, പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കേണ്ടത് ഈ ദൈവദാസം പറഞ്ഞല്ലോ. അതെന്താ പറഞ്ഞത്? നിങ്ങൾ കേട്ട പ്രവചനങ്ങൾ അരുളിയ പ്രവാചകനേക്കാൾ വലിയൊരു പ്രവാചകൻ, പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനും കരുത്തനും ശ്രേഷ്ഠനുമായ പ്രവാചകൻ. ആ പ്രവാചകന്റെ പേര് യെശയ്യാവ്. ഒരിക്കൽ ചാടി തുള്ളി ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു ഭക്തന്റെ അരമനയിലേക്ക് കടന്നു വന്നു. അരമനയിൽ രോഗം ബാധിച്ചു തളർന്നു കിടന്ന ഹിസ്കിയാവിനെ നോക്കി യെശയ്യാവ് ഒരൊറ്റ പ്രവചനം, ഹിസ്കിയാവേ തീർന്നു, നീ ഇതാ ചാകുവാൻ പോകുന്നു, നീ ചാകുവാൻ പോകുന്നു. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കുക. നീ തീർന്നു, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക. ചുവരിന് നേരെ മുഖം തിരിച്ച് ഹിസ്കിയാവ് ഒരൊറ്റ കരച്ചിൽ, ഒരൊറ്റ പ്രാർത്ഥന. അപ്പൊ ദൈവം ചോദിക്കുക ഹിസ്കിയാവിനോട്, ഹിസ്കിയാവേ നീ എന്താ ഇച്ഛിക്കുന്നത്? ഓ യേശുവിൻ നാമത്തിൽ ഹിസ്കിയാവിനോട് കർത്താവ് ചോദിക്കുക, ഹിസ്കിയാവേ നീ എന്താ ഇച്ഛിക്കുന്നത്? നീ ആഗ്രഹിക്കുന്നത് പറ. ഹിസ്കിയാവ് പ്രവാചകൻ പറഞ്ഞ കാര്യമല്ല പറഞ്ഞത്, ശകുനവാദികളും മന്ത്രവാദികളും വൈദ്യന്മാരും അങ്ങനെയുള്ള പ്രഗത്ഭന്മാർ പറഞ്ഞതല്ല പറഞ്ഞത്. അവൻ്റെ ഇച്ഛ പറഞ്ഞു. വല്ലാത്തൊരു ഇച്ഛയാ. അവൻ ചാവാൻ കിടക്കുക, പരു വന്നിട്ടേ, ക്യാൻസറാ, ദൂതാണേ, ക്യാൻസറാ, ചാകാൻ കിടക്കുക. അവൻ്റെ ഇച്ഛ എന്തെന്നറിയാമോ? ആയുസിനോട് സംവത്സരങ്ങൾ നീട്ടിക്കിട്ടണം, എനിക്കിനിയും തലമുറ ജനിക്കണം. ദൂതത. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചില രോഗങ്ങൾ മുഖാന്തരം, ശാരീരികമായുള്ള ചില അവസ്ഥകൾ മുഖാന്തരം മക്കൾ ജനിക്കാതെ ഭാരപ്പെട്ടായിരിക്കുന്ന നിന്നോട് തന്നെ ഡോക്ടർമാർ പറഞ്ഞതല്ല, അതെ നീ അറിയുന്നവർ പറഞ്ഞതല്ല, നിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞതല്ല, നീ എന്ത് ഇച്ഛിക്കുന്നു അത് യേശുവിനോട് പറയാം. അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. അപ്പോൾ അത് സംഭവിക്കുവാനിടയായ 2 കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയാണ് ഈ കേട്ട ദൂത് നിവർത്തിയാകുവാൻ പോകുന്നത്. ഒന്ന്, അവർ നിലവിളിച്ചു. ആര് നിലവിളിച്ചു? അതേ 20-ാം അധ്യായം മത്തായിയുടെ സുവിശേഷമാണ്. 29 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ, അവർ യെരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും യെരിഹോവിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ വലിയൊരു പുരുഷാരം കർത്താവായ യേശു ക്രിസ്തുവിനെ ചുറ്റി വളഞ്ഞു. യേശു എവിടെയുണ്ട് അവിടെ ആൾക്കൂട്ടമുണ്ട്. യേശു എവിടെയുണ്ട് അവിടെ അനേകർ വിളിക്കും. യേശു എവിടെയുണ്ട് അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാകും. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. അപ്പോൾ യേശു ഉള്ളയിടത്ത് വലിയൊരു ആൾക്കൂട്ടമുണ്ടായി. ആ ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ യേശു ക്രിസ്തു ഇങ്ങനെ യെരിഹോവിൽ നിന്ന് പുറപ്പെട്ട് പോവുകയാണ്. അപ്പോൾ ആ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന 2 കുരുടന്മാർ അവർ മനസ്സിലാക്കി, ദാവീദ് പുത്രൻ തങ്ങളുടെ വീണ്ടെടുപ്പിനായി കാഴ്ചയില്ലാത്ത ലോകത്തിൽ, വർണ്ണാഭമല്ലാത്ത ലോകത്തിൽ ഇഴഞ്ഞും തുഴഞ്ഞും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ജീവിച്ച തങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തവൻ, ദാവീദിന്റെ സന്തതിയായവൻ മശിഹ ഇതാ ഞങ്ങൾക്ക് മുമ്പിലൂടെ കടന്നു പോകുന്നു. ഓ, അതറിഞ്ഞ സമയം ചിലരിപ്പോൾ അറിയുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ഓ, അത് തിരിച്ചറിയുന്നവർ ഇന്ന് പ്രാപിക്കുവാൻ പോകുക. അപ്പോൾ ആ മനുഷ്യർ എന്ത് ചെയ്തു? അവർ നിലവിളിച്ചു. ആരോട്? ഒന്നാമത്തെ കാര്യം, ആരോട് നിലവിളിച്ചു? നമ്മളും പലപ്പോഴും നിലവിളിക്കാറുണ്ട്. നമുക്കൊപ്പമുള്ളവരോട്, നമുക്ക് പ്രിയപ്പെട്ടവരോട്, വേണ്ടപ്പെട്ടവരോട്, നമ്മെ സഹായിക്കുവാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരോട് നമ്മൾ നിലവിളിക്കാറുണ്ട്. ഇങ്ങനെ ലോകത്തിലേക്കുള്ള നമ്മുടെ നിലവിളിയുടെ ഫലം പലപ്പോഴും ഇങ്ങനെയായിരിക്കും. ഇസ്രായേൽ ജനം ഒരിക്കൽ ഇതുപോലെ നിലവിളിച്ചു. ആ നിലവിളിയെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കഠിനവേല നിമിത്തം അവർ നിലവിളിച്ചു. നിലവിളിയുടെ ഫലമായി ഊഴിയ വിചാരകന്മാരെ പിൻവലിച്ച് അവർക്ക് ആശ്വാസം വരുവാനുള്ളത് ഫറവോൻ ചെയ്തു എന്നല്ല, അവരുടെ കഠിനത കൂടുന്നത് അവൻ ചെയ്തു. നിങ്ങളിങ്ങനെ നിലവിളിക്കുവാൻ തന്നെ കാരണം നിങ്ങൾ മടിയന്മാരായി പോയതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ജോലി ചെയ്തോ. ഓ, അപ്പോൾ
ലോകത്തോട് നിലവിളിച്ചപ്പോൾ അവരുടെ കഷ്ടത വർദ്ധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ലോകത്തോട് നിലവിളിക്കുമെങ്കിൽ, നിങ്ങളുടെ കഷ്ടതയുടെ മധ്യത്തിൽ, ഇല്ലായ്മയുടെ മധ്യത്തിൽ നിങ്ങൾ ലോകത്തോട് നിലവിളിക്കുമെങ്കിൽ നിങ്ങളുടെ കഷ്ടത വർദ്ധിക്കും. വർദ്ധിക്കുവാൻ വേണ്ടത് അവർ ചെയ്യും. നിന്ദിക്കുവാൻ ഒരാൾ കൂടെ ആകും, പരിഹസിക്കുവാൻ ഒരാൾ കൂടെ ആകും, ചൂഷണം ചെയ്യുവാൻ ഒരാൾ കൂടെ ആകും. അതിലപ്പുറം ഒന്നും സംഭവിക്കുന്നതേയില്ല. ലോകത്തിലേക്കുള്ള നിലവിളിയുടെ റിസൾട്ട് പലപ്പോഴും ഇങ്ങനെയാണ്. എന്നാൽ നിലവിളി കേൾക്കുന്ന വേറൊരു പെണ്ണുണ്ട്, അവനാണ് സർവശക്തനായ ദൈവം. ഇതേ ജനം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. വചനം പറയുന്നു, ദൈവം ഇറങ്ങി വന്നു സീനായി മലയിൽ മോശയെ വിളിച്ചു. മോശയോട് പറഞ്ഞു, മോശേ, ഞാൻ എൻ്റെ ജനത്തിന്റെ നിലവിളി കേട്ടു, എൻ്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. താങ്ക് ഗോഡ്. അതാ ദൈവം. നിലവിളി കേട്ട് ഇറങ്ങി വരുന്നവനാ ദൈവം. നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അത് കണ്ടിട്ടുണ്ട്, അവൻ ഇറങ്ങി വരും. മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിങ്ങൾ കരഞ്ഞ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. ആമേൻ, താങ്ക് യു ലോർഡ്. അവൻ ഇറങ്ങി വരും. യെസ്, യേശുവിൻ നാമത്തിൽ എൻ്റെ കർത്താവ് ഇറങ്ങി വരിക. അപ്പോൾ യേശുവിനോട്, ദൈവത്തോട് അവർ നിലവിളിക്കുക. യേശുവിനോട് നിലവിളിക്കേണ്ടതാണോ? യേശുവിനോട് നിലവിളിച്ചു. എന്തിനു വേണ്ടി നിലവിളിച്ചു? അവർക്ക് കാഴ്ച ഉണ്ടാകണം. അവർ കുരുടന്മാരാണ്, കുറവുകളുള്ളവരാണെന്ന് അവർക്ക് ബോധ്യമായി. എന്നെ കേൾക്കുന്ന പലർക്കും ഈ ബോധ്യം ഇപ്പോഴും വന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, പ്രശ്നങ്ങൾ, പരിമിതികൾ, അത് ബോധ്യം വന്ന് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക. അപ്പോൾ എന്തുകൊണ്ട് അവർ നിലവിളിച്ചു? അവർ കുരുടന്മാരാണെന്ന ബോധ്യം അവർക്കുണ്ടായിട്ട്. ആ ബോധ്യമുണ്ടോ? ചിലത് കുറവായിട്ടുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. എന്തൊക്കെ സംതിങ് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം വേണം സഹോദരി. എന്തോ സംതിങ് റോങ് ആയിട്ടുള്ളത് സംഭവിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം വേണം. നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സഹോദരൻ, നിന്റെ തൊഴിലിടത്തിൽ ആ ശമ്പളം വൈകുന്നത്, ലഭിക്കേണ്ടത് കറക്റ്റ് സമയത്ത് ലഭിക്കാതിരിക്കുന്നത്, സംതിങ് റോങ് ആയിട്ടുള്ളത് സംഭവിക്കുന്നു. മാതാവേ, പിതാവ്, മക്കളുടെ ജീവിതത്തിൽ കൃത്യസമയത്ത് അവരെത്തുന്നില്ല. എന്തൊക്കെയോ അകന്നകന്ന് പോകുന്നു, മാറിപ്പോകുന്നു, സംസാരിക്കുമ്പോൾ സംതിങ് റോങ്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ കിടന്ന് ബഹളം വയ്ക്കരുത്. ദൈവസന്നിധിയിൽ നിലവിളിക്കുക. ഒന്ന്, അവർ നിലവിളിച്ചു. നിലവിളി കേട്ട് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നവൻ, അതെ, അവൻ്റെ സന്നിധിയിൽ അവർ നിലവിളിച്ചു. 2, അധികം നിലവിളിച്ചു. എന്തുകൊണ്ട് അവർ അധികം നിലവിളിച്ചു? ആ വലിയ പുരുഷാരം അവരോട് പറഞ്ഞു, അതെ, നിങ്ങളിങ്ങനെ യേശുവിൻ്റെ പിന്നാലെ നടന്ന് വെറുതെ അവനെ ശല്യപ്പെടുത്തുകയൊന്നും വേണ്ട. നിങ്ങളിങ്ങനെ എന്ന് ഭിക്ഷ തണ്ടി ഈ വെളിച്ചമില്ലാത്ത ലോകത്ത് ജീവിക്കുവാനുള്ളവരാണ്. പലരും പറയുന്നത് അതാണ്. നിനക്ക് അതിനൊന്നും യോഗ്യതയില്ല, നിനക്കതിനൊന്നും അർഹതയില്ല, നീ അതൊക്കെ ഞങ്ങളാണ് മറ്റേ അവിടുത്തെ ആൾക്കാർ എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ അവരെന്ത് ചെയ്തു? അയ്യോ, അവരൊക്കെ പറഞ്ഞില്ല, ഇനിയിപ്പം ഞങ്ങൾ നിലവിളിച്ചിട്ട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? അധികം. യെസ്, യേശുവിൻ നാമത്തിൽ അവരുടെ നിലവിളി അധികം ഉച്ചത്തിലായി. നീ ആരടാന്ന് ചോദിച്ചുകൊണ്ട് അധികം ഉച്ചത്തിൽ ഞാൻ നിലവിളിക്കുന്നത് എൻ്റെ ദൈവത്തോടാ. ഇടയ്ക്ക് നീ അത് അഭിപ്രായമൊന്നും പറയണ്ട. അധികം നിലവിളിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ കൂടി നിന്നവരിലും അധികം ഇവന് കിട്ടി. അവിടെ കൂടി നിന്നവർ എന്ത് പ്രാപിച്ചു എന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ഇവർ പ്രാപിച്ചത് എല്ലാവർക്കും അറിയാം. അവരന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത വെളിച്ചം അവരുടെ ജീവിതത്തിലുണ്ടായി. യെസ്, എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ആ വെളിച്ചം ഉണ്ടാകുക. അമ്മേൻ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആ വെളിച്ചം ഉണ്ടാകുവാൻ പോകുക. ഒപ്പമുള്ളവർ, മാറ്റി നിർത്തുന്നവർ അനുഭവിച്ചിട്ടില്ലാത്ത വെളിച്ചം ഉണ്ടാകുവാൻ പോകുക. ഇതിനൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിച്ച് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആരംഭിക്കാം. എന്തുകൊണ്ടാണ് അവർ ഇവരോട് മിണ്ടാതിരിക്കുവാൻ പറഞ്ഞത്? ഇവരുടെ നിലവിളി ഉയർന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. യേശു ഇവരുടെ നിലവിളിയെ അവസാനിപ്പിക്കും. മീൻസ് ഇവരെ ഇനി ഞങ്ങൾക്ക് കുരുടന്മാരായി, യാചകന്മാരായി ഈ വഴിവെക്കൽ കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇവന്മാരങ്ങനെ പ്രാപിക്കണ്ട. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. മിണ്ടാതിരിക്കുവാൻ പറയുന്നവർക്കറിയാം, നീ പ്രാർത്ഥിച്ചാൽ, നീ ഉപവസിച്ചാൽ വിടുതലുണ്ട്. പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്നവർക്ക്, ആരാധനയ്ക്ക് വിരോധമായി നിൽക്കുന്നവർക്ക് അറിയാം, പിശാചിനറിയാം, പിശാച് അവരെ കരങ്ങളിൽ എടുത്തിരിക്കുന്നു. അതേ, പിശാചിനറിയാം നിനക്ക് വിടുതലുണ്ട്. അതുകൊണ്ട് അധികം നിലവിളിക്ക്. കർത്താവ് അധികം നല്ലത് നൽകി, ആർക്കും കിട്ടാത്തത് നൽകി. നിന്നെ മാനിച്ച് മിണ്ടാതിരിക്കുവാൻ പറയുന്നവരുടെ തലയെ ലജ്ജ കൊണ്ട് കുനിയുമാറാക്കുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. ആട്ടി ഓടിക്കുവാനല്ല, ചേർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തി പ്രാപിച്ചു മടങ്ങുന്നവരാക്കി നിങ്ങളെ മാറ്റുവാൻ തന്നെ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട
ദിവസങ്ങളാക്കി നിങ്ങൾക്ക് മുമ്പിലുള്ള ഓരോ ദിവസങ്ങളെയും മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഞായറാഴ്ചകളിൽ നിങ്ങൾക്കൊരു സഭാരാധന മിസ് ചെയ്യുന്ന പക്ഷം 10:30 മുതൽ ഞങ്ങളുടെ വിശുദ്ധ സഭായോഗത്തിൻ്റെ ലൈവ് സ്ട്രീമുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിച്ച് വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് നടക്കുവാനുമുള്ള അവസരമുണ്ട്. കണ്ണടച്ചോ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിമിതികളും ഇല്ലായ്മകളും മറ്റുള്ളവർ പറഞ്ഞ് ഒതുക്കിയ സ്ഥാനത്ത് ഇനിയില്ല, നല്ലതൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാനില്ല എന്ന് പറഞ്ഞ് തളർന്നായിരിക്കുന്നവർ ഇന്ന് ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകട്ടെ. ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഇവർ ഇച്ഛിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ജോലി, നല്ല ജോലികൾ ലഭിക്കട്ടെ. അവർ ആഗ്രഹിക്കുന്ന ജോലികൾ ലഭിക്കട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികൾ വഴിയട്ടെ. തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. നീണ്ട നാളുകളായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കപ്പാ അങ്ങ് ജോലി കൊടുക്കപ്പാ. യേശോപ്പാ, രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. രോഗികൾക്കടുത്തായിരിക്കുന്നവർ രോഗികളുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സൗഖ്യം സംഭവിക്കുക. രോഗങ്ങൾ വിട്ടുമാറുക. താങ്ക് യു ലോർഡ്. കുടുംബജീവിതങ്ങൾ പണിതുയർത്തപ്പെടുക. ഭർത്താവ് മടങ്ങി വരിക. മദ്യത്തിൻ്റെ പിടിയിൽ നിന്ന്, വ്യഭിചാര പുരയിൽ നിന്ന്, ലോകപ്രകാരമായ കൂട്ടുകെട്ടുകളിൽ നിന്ന് നിന്റെ ഭർത്താവ് മടങ്ങി വരിക. സഹോദരൻ, നിന്റെ ഭാര്യ മടങ്ങി വരിക. ഡിവോഴ്സ് മാറിപ്പോവുക. കോടതികളിലെ അലച്ചിൽ തീരുക. ചില സിവിൽ കേസുകൾ, ക്രിമിനൽ കേസുകൾ തീർപ്പുണ്ടാകുവാൻ പോകുക. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക. തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, നല്ല ഭാവികൾ ജനിക്കട്ടെ. ഉദരഫലങ്ങൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ട നന്മയ്ക്കായി കരയുന്ന മാതാപിതാക്കൾ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അത് കരങ്ങളിൽ നൽകി മാനിക്കുവാൻ പോകുക. വഴി തുറക്കുക. ആ എഡ്യൂക്കേഷണൽ ലോൺ ലഭിക്കുവാൻ പോകുക. ആ അഡ്മിഷൻ ലഭിക്കുക. ആ രാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുക. എല്ലാ ഇല്ലായ്മയും മാറുക. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക. പ്രാർത്ഥിക്കുക. സഹോദരി പ്രാർത്ഥിക്കുക. നിന്നെ കർത്താവ് കണ്ട് വിളിച്ചത് വഴിയിലിടാനല്ല, നീ കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ വേണ്ടിയാ. സ്തോത്രം. അനേകരോട് നീ കർത്താവിനെ കുറിച്ച് പറയുവാൻ പോവുക. നിന്നിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ പോവുക. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ കടകൾ നടത്തുന്നവർ, ബിസിനസ്സുകൾ ചെയ്യുന്നവർ, സ്വദേശത്തും വിദേശത്തും പല ബിസിനസ് ചെയ്യുന്നവർ, പല പ്രശ്നങ്ങളിലായിരിക്കുന്നവർ ഇന്ന് വിടുവിക്കപ്പെടട്ടെ കർത്താവ്. പല പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ. തർക്കങ്ങൾ മാറട്ടെ. തർക്കങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. ബാധ്യതകൾ മാറട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. സ്വന്തം ഭവനങ്ങളിൽ ഇവർ പാർക്കട്ടെ. വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ. വിൽപ്പനകൾ നടക്കട്ടെ. വാങ്ങലുകൾ നടക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിദേശ രാജ്യങ്ങളിൽ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങൾ ഉണ്ടാകട്ടെ. ജീവിത സാഹചര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. ഇവരുടെ അത്ഭുതത്തിൻ്റെ, ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.